Hi dears, welcome Zeto's World by Sasi. സോഷ്യൽ സയൻസ് ക്ലാസ് 5 ചാപ്റ്റർ 2 ഫുഡ് ആൻഡ് ഹ്യൂമനിൻ്റെ പാർട്ട് 2യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു പേജിൻ്റെ മുൻപത്തെ പേജുകൾ ഞാനൊരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട് പാർട്ട് 1. അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ പാർട്ട് 2യിലേക്ക് നമുക്ക് പോകാം. The exchange of food items was not confined to any particular region. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഒതുങ്ങിയിരുന്നില്ല. പല രാജ്യങ്ങൾ തമ്മിലും ഭക്ഷ്യവസ്തുക്കൾ കൈമാറിയിട്ടുണ്ടായിരുന്നു. ദിസ് എക്സ്ചേഞ്ച് സ്പ്രെഡ് അക്രോസ് ദ ലാൻഡ്. ഈ കൈമാറ്റം പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. അതായത് ഭക്ഷ്യവസ്തുക്കളുടെ വ്യാപാരം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തി. സിൻസ് ഏർലി ടൈംസ് വി ഹാഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് വിത്ത് ഡിസ്റ്റന്റ് ലാൻഡ്സ്. പുരാതന കാലം മുതൽ നാം ദൂരദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം നടത്തിയിരുന്നു. അതായത് വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടത്തിയിരുന്നു. ദീസ് എക്സ്ചേഞ്ചസ് വെർ മെയിൻലി വിത്ത് ദ റോമൻസ്, ചൈനീസ്, അറബ്സ്, പേർഷ്യൻസ് ആൻഡ് ദ ജ്യൂസ്. ഈ വ്യാപാരം പ്രധാനമായും റോമ, ചൈന, അറബി, പേർഷ്യൻ, ജൂതർ എന്നിവരുമായിട്ട് ആയിരുന്നു. ഈ രാജ്യങ്ങളിലെ വ്യാപാരികൾ ഇന്ത്യയിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി താഴെ നോക്കുക. ഐഡൻറ്റിഫൈ ദ സ്പൈസസ് ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദം. ചിത്രത്തിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. അപ്പോൾ ഇവിടെ 6 സ്പൈസസ് തന്നിട്ടുണ്ട്. പെപ്പർ, കാഡമൻ, ജിഞ്ചർ, ക്ലൗസ്, സിനമൺ, പിന്നെ നട്ട്മെഗ്, അതായത് കുരുമുളക്, പിന്നെ ഏലക്കായ, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട, ജാതിക്ക. ഈ 6 സ്പൈസസിനെയും കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് ആ ഷോർട്ട് നോട്ട് നോക്കാം. ഒന്നാമത്തേത് ഇതാ പെപ്പറാണ്, അതായത് കുരുമുളക്. പെപ്പർ ഈസ് കോൾഡ് കിങ് ഓഫ് സ്പൈസസ്. മസാലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. പിന്നെ ഇറ്റ്സ് ഓൾസോ കോൾഡ് ബ്ലാക്ക് ഗോൾഡ്. ബ്ലാക്ക് ഗോൾഡ് കറുത്ത പൊന്ന്. ഒറിജിൻ സൗത്ത് ഇന്ത്യയാണ്. സെക്കൻഡ് വൺ കാഡമനാണ്, ഏലക്ക. കാഡമൻ ഈസ് നോൺ ആസ് ദ ക്യൂൺ ഓഫ് സ്പൈസസ്. ഏലക്ക മസാലകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. പിന്നെ ഇറ്റ് ഹാസ് എ മാജിക്കൽ സ്മെൽ ആൻഡ് ഫ്ലേവർ. ഇതിന് അത്ഭുതകരമായ സുഗന്ധവും രുചിയുമുണ്ട്. പിന്നെ വൈഡ്ലി കൾട്ടിവേറ്റഡ് ഇൻ കേരള ആൻഡ് ആസാം. കേരളത്തിലും ആസാമിലും. നെക്സ്റ്റ് ജിഞ്ചർ ആണ്. ജിഞ്ചർ ഹെൽപ്സ് ഡൈജഷൻ. പിന്നെ ജിഞ്ചർ ഈസ് യൂസ്ഡ് ആസ് മെഡിസിൻ ആൻഡ് സ്പൈസസ്. ജിഞ്ചർ ഈസ് ബിലീവ് ടു നാറ്റീവ് ഇൻ ഇന്ത്യ. അതായത് ഇഞ്ചി ദഹനത്തിന് സഹായിക്കുന്നു, ഔഷധമായും മസാലയായും ഉപയോഗിക്കുന്നു. ഇഞ്ചി ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഫോർത്ത് വൺ നമ്മുടെ ക്ലൗസ് ആണ്. ക്ലൗസ് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പൈസസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ലോക വിപണിയിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മസാലയാണ് ഗ്രാമ്പു. ക്ലൗസ് ഈസ് മെയിൻലി ഇൻ കേരള ആൻഡ് തമിഴ്നാടു. പിന്നെ റെഡ്യൂസ് ടൂത്ത് പെയിൻ, പല്ലുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രാമ്പു സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ സിനമൺ ആണ്. സിനമൺ ഈസ് സ്പൈസസ് ദാറ്റ് കംസ് ഫ്രം ദ ബാർക്ക് ഓഫ് ട്രീ. ഇറ്റ്സ് യൂസ് ടു മേക്ക് എ ഫുഡ് ടേസ്റ്റ്. അപ്പോൾ ഈ സിനമൺ ഒരു മരത്തിൻ്റെ തൊലിയിൽ നിന്നാണ് മരത്തിൻ്റെ തൊലി ഉണക്കിയിട്ടാണ് ഈ സിനമൺ ഉണ്ടാകുന്നത്. സിക്സ്ത് വൺ നട്ട്മെഗ് ആണ്, ജാതിക്ക. നട്ട്മെഗ് ഈസ് എ സ്പൈസ് ഫുൾ ഓഫ് മെഡിക്കൽ പ്രോപ്പർട്ടീസ്. ജാതിക്ക ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമായ ഒരു മസാലയാണ്. നട്ട്മെഗ് ഈസ് യൂസ്ഡ് ഫോർ ഫ്ലേവറിംഗ് ഫുഡ്. നട്ട്മെഗ് യൂസ്ഡ് പെർഫ്യൂംസ് ആൻഡ് മെഡിസിൻസ്. ഇറ്റ്സ് എ സീഡ് ഓഫ് ട്രീ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. The spices that were exchanged mainly from India with other lands were black pepper, cardamom, ginger, cloves and cinnamon. ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രധാനമായും കുരുമുളക്, ഏലക്ക, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട എന്നിവ കൈമാറ്റം ചെയ്തിരുന്നു. ഈ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി വസ്തുക്കളും. ഓഫ് ദീസ് ബ്ലാക്ക് പെപ്പർ, വിച്ച് വാസ് ഓൾസോ നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്, became the foreigners' favorite. ഇവയിൽ കുരുമുളകിനെ കറുത്ത സ്വർണം, കറുത്ത പൊന്നെന്നറിയപ്പെട്ടിരുന്നു. അത് വിദേശികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഗന്ധവ്യഞ്ജനവും ആയിരുന്നു. അത് കുരുമുളകിന് വിദേശ രാജ്യങ്ങളിൽ വലിയ വിലയുണ്ടായിരുന്നതിനാൽ അതിനെ ബ്ലാക്ക് ഗോൾഡ് എന്ന് വിളിച്ചത്. ഇറ്റ് ഈസ് സെഡ് ഇൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ദാറ്റ് വാസ്കോ ഡ ഗാമ, എ പോർച്ചുഗീസ് ട്രാവലർ ഹു കെയിം ടു ഇന്ത്യ, took goods worth 60 times the cost of his journey when he returned to Europe. ചരിത്രരേഖകൾ പ്രകാരം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ യൂറോപ്പിലേക്ക് മടങ്ങുമ്പോൾ തൻ്റെ യാത്രാ ചെലവിൻ്റെ 60 മടങ്ങ് വില വരുന്ന സാധനങ്ങൾ കൊണ്ടുപോയതായി പറയപ്പെടുന്നു. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ വാങ്ങി യൂറോപ്പിൽ കൊണ്ടുപോയി വിറ്റ് വലിയ ലാഭം നേടി എന്നാണ് പറയുന്നത്. ഇനി അവിടെ താഴെയായിട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണാം. ഫൈൻഡ് ഔട്ട് ദ സ്പൈസസ് ദാറ്റ് ആർ കൾട്ടിവേറ്റഡ് ഇൻ യുവർ റീജിയൻ.
നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ കണ്ടെത്തുക. ഉദാഹരണത്തിന് കേരളത്തിൽ കുരുമുളക്, ഏലക്ക, ഇഞ്ചി, മഞ്ഞൾ, ഗ്രാമ്പൂ തുടങ്ങിയവ കൃഷി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ കൺട്രി അല്ലെങ്കിൽ റീജിയണിൽ കൃഷി ചെയ്യുന്നത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പേജ് നോക്കാം. ഇറ്റ് വാസ് ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ദാറ്റ് ലെഡ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ബിറ്റ്വീൻ ഡിസ്റ്റന്റ് ലാൻഡ്സ്. വ്യാപാരം വികസിച്ചതാണ് ദൂരദേശങ്ങൾ തമ്മിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിന് കാരണമായത്. The picture of some of the food items that became popular in India as a result of such exchanges are given below. ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായിട്ട് ഇന്ത്യയിൽ പ്രചാരത്തിലായ ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. വ്യാപാരത്തിലൂടെ ഇന്ത്യയിലെത്തിയ പഴങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും താഴെയുള്ള ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നു. ഇതൊക്കെ ഇന്ത്യയിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പഴങ്ങൾ ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഗോവ, പപ്പായ, പൈനാപ്പിൾ, കാഷ്യൂനട്ട്, ടപ്പിയോക്ക, പൊട്ടാറ്റോ. Aren't you familiar with all the food items shown in the picture? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും നിങ്ങൾക്ക് പരിചിതമല്ലേ? Do these food items have their origin in our land? ഈ ഭക്ഷ്യവസ്തുക്കളുടെ ഉത്ഭവം നമ്മുടെ രാജ്യത്തിലാണോ? അതായത് ഇവ ആദ്യം ഇന്ത്യയിൽ ഉണ്ടായതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് വന്നതാണോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഫൈൻഡ് ഔട്ട്. ലെറ്റ്സ് മൈ ഐഡൻറ്റിറ്റി കാർഡ്. നമുക്കൊരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കാം. ഇവിടെ ഓൾറെഡി ഒന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗോവയുടെ ബർത്ത് പ്ലേസ്, ബ്രോട്ട് ടു ഇന്ത്യ ബൈ, പിന്നെ കണ്ടെയ്ൻസ് വിറ്റമിൻസ്, അങ്ങനെ ഒരു ഗോവയുടെ ഒരു ഇവിടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് പോലെ തന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഈ ഒരു ബാക്കിയുള്ള 5 സാധനങ്ങളുടെയും തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ലൈക്ക് ദിസ് ഫൈൻഡ് ദ ബർത്ത് പ്ലേസ് ഓഫ് അതർ ഫുഡ് ഐറ്റംസ് ആൻഡ് മേക്ക് ഐഡൻറ്റിറ്റി കാർഡ്സ്. ഇതുപോലെ മറ്റു ഭക്ഷ്യവസ്തുക്കളുടെ ജന്മദേശം കണ്ടെത്തി തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കുക. പപ്പായ, ബർത്ത് പ്ലേസ് മെക്സിക്കോ ആൻഡ് സെൻട്രൽ അമേരിക്ക, ഐഡൻറ്റിറ്റി ഫ്രൂട്ട് ഓഫ് ഗുഡ് ഹെൽത്ത്, brought to India by Portuguese, contain vitamins A, C and E. Next one pineapple ആണ്. Birthplace Brazil, identity king of fruits, brought to India by Portuguese, contain vitamin A, B and C. Next one cashew nut ആണ്. Birthplace Brazil ആണ്. Identity the power nut, brought to India by Portuguese, contain vitamins vitamin B6, E and K. നെക്സ്റ്റ് നമ്മുടെ ടപ്പിയോക്കയാണ്. ബർത്ത് പ്ലേസ് സൗത്ത് അമേരിക്ക, ഐഡൻറ്റിറ്റി എനർജി ഗിവിംഗ് ഫുഡ്, ബ്രോട്ട് ടു ഇന്ത്യ ബൈ പോർച്ചുഗീസ്, കണ്ടെയ്ൻസ് വിറ്റമിൻ ബി ആൻഡ് സി. ബർത്ത് പ്ലേസ് സൗത്ത് അമേരിക്കയാണ്. പൊട്ടാറ്റോ, ഐഡൻറ്റിറ്റി എനർജി ഗിവിംഗ് ഫുഡ്, ബ്രോട്ട് ടു ഇന്ത്യ ബൈ പോർച്ചുഗീസ്, കണ്ടെയ്ൻസ് വിറ്റമിൻ ബി ആൻഡ് സി. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് ഗോയിങ് ഓൺ. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുകയാണ്. അതായത് ഇറക്കുമതിയും കയറ്റുമതിയും നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻ അഡീഷൻ ടു ട്രേഡ്, പീപ്പിൾ ട്രാവൽ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ഫോർ എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ലേഷർ എക്സെട്ര, മേക്കിംഗ് ദിസ് എക്സ്ചേഞ്ചസ് മോർ വൈഡ് സ്പ്രെഡ്. വ്യാപാരത്തിന് പുറമെ തൊഴിൽ, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനാൽ ഈ കൈമാറ്റം കൂടുതൽ വ്യാപകമാകുന്നു. അതായത് ഇന്ന് ആളുകൾ പല രാജ്യങ്ങളിലേക്കും പോകുന്നതിനാൽ പുതിയ ഭക്ഷണങ്ങളും വിളകളും സംസ്കാരങ്ങളും നമ്മുടെ രാജ്യങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പടരുകയും കൈമാറ്റം ചെയ്യുന്നത് കൂടുതലായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഹൗ ഡിഡ് ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ലീഡ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ബിറ്റ്വീൻ ഡിസ്റ്റന്റ് ലാൻഡ്സ്? വ്യാപാരത്തിൻ്റെ വികസനം എങ്ങനെയാണ് ദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിന് കാരണമായത്? വ്യാപാരം വർദ്ധിച്ചതോടെ ഒരു രാജ്യത്തിലെ ഭക്ഷ്യവസ്തുക്കൾ മറ്റൊരു രാജ്യത്തേക്കും എത്താൻ തുടങ്ങി, അല്ലേ? You have seen that many fruits and other food items that we eat have been brought here from other countries. നാം കഴിക്കുന്ന പല പഴങ്ങളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് നമ്മൾ കണ്ടു. മേക്ക് എ ലിസ്റ്റ് ഓഫ് ദി ഫുഡ് ഡിഷസ് ദാറ്റ് ഹാവ് സ്പ്രെഡ് അമംഗ് അസ് ഫ്രം അതർ കൺട്രീസ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇടയിൽ പ്രചരിച്ച ഭക്ഷണ വിഭവങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുകയാണ് വേണ്ടത്. ഫൈൻഡ് ഔട്ട് ദെയർ പ്ലേസ് ഓഫ് ഒറിജിൻ. അവയുടെ ഉത്ഭവ സ്ഥലവും കണ്ടെത്തുക. അതായത് ഓരോ ഭക്ഷണവും ആദ്യം ഏത് രാജ്യത്തിലാണ് ഉണ്ടായതെന്ന് കൂടി കണ്ടെത്തിയിട്ട് അതിൻ്റെ ഒരു പട്ടിക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്.
ഇവിടെ കണ്ടോ, ഓരോ കൺട്രിയുമുണ്ട്. ആ കൺട്രിയിലുള്ള ഒരു 3 ഫുഡ് ഡിഷസും അതിൻ്റെ പിക്ചേഴ്സും ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റലിയിൽ ഉത്ഭവിച്ചതാണ് പിസ്സ, പാസ്ത, ലെസഗ്ന. അതിൻ്റെ പിക്ചറും കൂടെ അവിടെ തന്നിട്ടുണ്ട്. ചൈനയിലുള്ളതാണ് നൂഡിൽസ്, സ്പ്രിംഗ് റോൾസ്, മഞ്ചൂരിയൻ. പിന്നെ പേർഷ്യയിലാണ് ബിരിയാണി, കബാബ്സ്, പുലാവ്. ജർമ്മനിയിലാണ് ബർഗർ, സോസേജ്, ഫ്രാങ്ക്ഫർട്ടർ. ഇംഗ്ലണ്ടിലുള്ളതാണ് സാൻഡ്വിച്ച്, സോൺസ്, ഫിഷ് ആൻഡ് ചിപ്സ്. ഓക്കെ. Food and inequality. There were various types of inequalities in our country related to food. നമ്മുടെ രാജ്യത്ത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള അസമത്വങ്ങൾ ഉണ്ടായിരുന്നു. അതായത് എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം കഴിക്കാനോ ലഭിക്കാനോ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. സോഷ്യൽ ഇക്വാലിറ്റീസ് പ്രിവെൻറ്റഡ് പീപ്പിൾ ഓഫ് ഓൾ ക്ലാസ്സസ് ഫ്രം ഡൈനിങ് ടുഗദർ. സാമൂഹിക അസമത്വങ്ങൾ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ഭക്ഷണം അതായത് ജാതി വ്യവസ്ഥ അതുണ്ടായത് കാരണം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സോഷ്യൽ റിഫോമർ സഹോദരൻ അയ്യപ്പൻ ആൻഡ് ഇന്റർ ഡൈനിങ് ഇനിഷ്യേറ്റീവ് നെയ്മഡ് മിശ്ര ഭോജനം വാസ് ഹെൽഡ് അറ്റ് ചേരായി ഇൻ എറണാകുളം എഗെയിൻസ്റ്റ് ദിസ് ഡിസ്ക്രിമിനേഷൻ. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചേറായിൽ മിശ്രഭോജനം എന്ന കൂട്ടഭക്ഷണ പരിപാടി നടത്തി. അതായത് ജാതി വിവേചനത്തിനെതിരായിട്ട് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണമെന്ന സന്ദേശം നൽകാനാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ മിശ്രഭോജനം on 29th May 1917 under the leadership of Sahodaran Ayyappan and inter-dining named Mishra Bhojanam was organized at Cherai in Ernakulam district. 1917 മെയ് 29 സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചേറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചു. വ്യത്യസ്ത ജാതിക്കാർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ചരിത്ര പ്രസിദ്ധ പരിപാടിയായിരുന്നു അത്. ദിസ് പ്രൊട്ടസ്റ്റ് വാസ് ഹെൽഡ് അഗെയിൻസ്റ്റ് ദ ഡീനിയൽ ഓഫ് ദി റൈറ്റ്സ് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദി പീപ്പിൾ ടു ഡൈൻ ടുഗദർ. എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവകാശം നിഷേധിച്ചതിന് എതിരെയായിരുന്നു ഈ ഒരു പ്രതിഷേധം. സഹോദരൻ അയ്യപ്പൻ ഹാഡ് ടു ഫോഴ്സ് സ്ട്രോങ് ഓപ്പോസിഷൻ ആസ് ഹി ഹാഡ് ലെഡ് ദി മിശ്രഭോജനം. മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയതിനാൽ സഹോദരൻ അയ്യപ്പന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. കാരണം അന്ന് ചില ആളുകൾ ആ പരിപാടി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹത്തെ എതിർക്കുകയും ചെയ്തിരുന്നു. ദിസ് റിവീൽസ് ദ സോഷ്യൽ ഇൻഇക്വാലിറ്റി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ കേരള. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വം ഇത് വ്യക്തമാക്കുന്നു. ജാതിയുടെ പേരിൽ അന്ന് വിവേചനം ഉണ്ടായിരുന്നു. കാസ്റ്റ് സിസ്റ്റം വാസ് ദി കോസസ് ഓഫ് ദിസ് ഇൻഇക്വാലിറ്റി. ഈ അസമത്വത്തിന് കാരണം ജാതി വ്യവസ്ഥയായിരുന്നു, ജാതിയുടെ പേരിൽ ആളുകളെ വേർതിരിക്കുന്നത്. ഡു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസ് റിലേറ്റഡ് ടു ഫുഡ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ അവർ കൺട്രി. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം ഇന്നും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടോ? അതായത് ഇത്തരം വിവേചനങ്ങൾ ഇന്നും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന ചോദ്യമാണിത്. സച്ച് ഡിസ്ക്രിമിനേഷൻസ് ആർ പ്രൊഹിബിറ്റഡ് ഇൻ അവർ കൺട്രി ബൈ ലോ. ഇത്തരം വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. ജാതിയുടെ പേരിൽ വിവേചനം നടത്തുന്നത് നിയമവിരുദ്ധമാണ്. നോട്ട് ഓൺലി സോഷ്യൽ ബട്ട് എക്കണോമിക് ഡിസ്ക്രിമിനേഷൻ ഓൾസോ പോസ് എ ചലഞ്ച് ടു ഇക്വാളിറ്റി ഇൻ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ. സാമൂഹിക വിവേചനം മാത്രമല്ല, സാമ്പത്തിക വിവേചനവും ഭക്ഷണത്തിൻ്റെ തുല്യ വിതരണത്തിന് ഒരു വെല്ലുവിളി ആണ്. പിന്നെ അവിടെ ഒരു വർക്കാണ് മേക്ക് എ നോട്ട് ഓൺ ദി ടോപ്പിക് ഇൻഇക്വാളിറ്റീസ് ഇൻ ഫുഡ്. ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ പാർട്ട് 3 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അത് കാണുക, പാർട്ട് 3ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ചാനൽ ഉപകാരപ്പെട്ടതാണെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.